പി കെ ശശിയുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരികയാണ്. പി കെ ശശി കോൺഗ്രസിലേക്കെന്ന് ഏതാണ്ട് ഉറപ്പാവുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി പി കെ ശശി ചർച്ച നടത്തി എന്ന വാർത്തയും ലഭിക്കുകയാണ്. റാഹിസ് റഷീദ് വിവരങ്ങളുമായി. റാഹിസ്, ഇപ്പോൾ വി ഡി സതീശനെയും കുഞ്ഞാലിക്കുട്ടിയെയും പി കെ ശശി 2 ദിവസം മുമ്പ് കണ്ടു എന്നാണോ? ഇവിടെ വെച്ചായിരുന്നു കൂടിക്കാഴ്ച? സ്മൃതി, പി കെ ശശി യു ഡി എഫിന്റെ ഭാഗമാകുന്നതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ചർച്ചകൾ 2 ദിവസം മുമ്പ് നടന്നു എന്നാണ് പി കെ ശശിയുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിനിഞ്ഞാന്ന് പി കെ ശശി, അതായത് തിങ്കളാഴ്ച പി കെ ശശി പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിയിൽ മലബാറിലെ ഒരു ജില്ലയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടാണ് പി കെ ശശി ചർച്ചകൾ നടത്തിയത്. ആ ചർച്ചയിൽ ചില ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. പാലക്കാട് CPM ഒരു വിമത കൂട്ടായ്മയുണ്ട്. വിമത കൂട്ടായ്മ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരു വശത്ത് ചില ഇടങ്ങളിൽ നേട്ടമുണ്ടാക്കിയതാണ്. അതിന് പി കെ ശശിയുടെ ആശീർവാദമുണ്ട് എന്നുള്ള സൂചനകളും അന്നുണ്ടായതാണ്. അപ്പോൾ ആ വിമത കൂട്ടായ്മയുടെ ഭാഗമായി തന്നെ അതിനൊരു പേരിട്ടുകൊണ്ട് അത് യു ഡി എഫിന്റെ ഭാഗമാകുമോ? ആ രൂപത്തിലേക്കായിരിക്കും യു ഡി എഫിലേക്ക്. അപ്പോൾ കോൺഗ്രസിലേക്ക് എന്ന പ്രശ്നവും വരുന്നില്ല. കോൺഗ്രസ് നേരത്തെ ഉയർത്തിയ വിമർശനങ്ങളിൽ അതിൽ ഒരു വലിയ രീതിയിൽ മുറിവേൽക്കുന്ന സംഭവം ഉണ്ടാവില്ല, പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടാകില്ല. അങ്ങനെ ഒരു വളരെ തന്ത്രപരമായി തന്നെ യു ഡി എഫിലേക്ക് എത്തിക്കുന്നു എന്നാണോ കരുതേണ്ടത്? പി കെ ശശിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ സ്മൃതി പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ. കോൺഗ്രസിൽ പ്രാഥമിക അംഗത്വം എടുത്ത് ചേരുകയായിരിക്കില്ല പി കെ ശശി ചെയ്യുക. പകരം പാലക്കാട്ടെ വിമത കൂട്ടായ്മ രൂപീകരിച്ച് യു ഡി എഫിൽ ഇപ്പോൾ കെ രമയും PV അൻവറുമൊക്കെ നിൽക്കുന്നത് പോലെ അസോസിയേറ്റ് അംഗത്വം എടുത്തതിന് ശേഷം ഒറ്റപ്പാലത്ത് പി കെ ശശി മത്സരിക്കുക എന്ന തരത്തിലാണ് ആ ചർച്ചകൾ പോയത്. ആ ചർച്ചയിൽ പി കെ ശശിയുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ വി ഡി സതീശൻ മുന്നോട്ട് വെച്ചത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യത, അതിൽ താല്പര്യമുണ്ടോ എന്ന ചോദ്യമാണ് പി കെ ശശിയോട് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം വി ഡി സതീശനും ചോദിച്ചത് എന്നാണ് ശശിയോട് അടുപ്പമുള്ള വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പി കെ ശശി നോ പറഞ്ഞു. അദ്ദേഹം ഒറ്റപ്പാലം തന്നെയാണ് മത്സരിക്കാൻ തനിക്ക് താല്പര്യമെന്ന് പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്നതിന് പ്രധാന കാരണം ഒറ്റപ്പാലത്ത് അവിടെ ഹരിഗോവിന്ദൻ മാഷിനെ സ്ഥാനാർത്ഥിയാക്കാമെന്ന ഉറപ്പ് പാർട്ടി നൽകിയതാണ്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും അവിടെ ഹരിഗോവിന്ദൻ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാകുന്നു, പിന്നീട് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കതീതമായി ഒറ്റപ്പാലത്ത് ഹരിഗോവിന്ദനെ മത്സരിപ്പിക്കാം എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാൻ പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നതിൽ കോൺഗ്രസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് വി ഡി സതീശൻ പി കെ ശശിയോട് സംസാരിക്കുകയും ഒറ്റപ്പാലത്തേക്കാൾ ഷുവർ സിറ്റിംഗ് സീറ്റായ പാലക്കാട് വന്ന് മത്സരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു എന്നാണ് ശശിയുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം ഒറ്റപ്പാലത്ത് മത്സരിക്കാനേ ഞാൻ ഉണ്ടാകൂ എന്ന നിലപാട് അദ്ദേഹം എടുത്തു. ഒപ്പം താൻ ഒറ്റപ്പാലത്ത് മത്സരിക്കുകയും യു ഡി എഫിന്റെ ഭാഗമാവുകയും ചെയ്താൽ ഇതുവരെ യു ഡി എഫിന് കിട്ടാത്ത പാലക്കാട്ടെ പല സീറ്റുകളിലും വിജയിക്കാനുള്ള സാധ്യതകളുണ്ട്. ചില സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ താനുമായി കൂടിയാലോചിക്കണം എന്നൊരാവശ്യം കൂടി പി കെ ശശി മുന്നോട്ട് വെച്ചു. അതായത് ദിവസം മുമ്പ് തന്നെ പി കെ ശശിയുടെ യു ഡി എഫുമായുള്ള കൂട്ടുകെട്ടിന്റെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും വി ഡി സതീശനുമായുമാണ് ചർച്ചകൾ നടത്തിയത് എന്ന് ഇത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ പറയുന്നതല്ല. പകരം പി കെ ശശിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കുന്ന നീക്കങ്ങൾക്ക് തന്ത്രപരമായ ചുമതലകൾ വഹിക്കുന്ന ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് 2 ദിവസം മുമ്പ് തന്നെ യു ഡി എഫുമായി ഡീലായി. പി കെ ശശി കോൺഗ്രസിൽ ചേരുകയായിരിക്കില്ല ചെയ്യുക. പകരം ഇടതുപക്ഷത്തെ കമ്മ്യൂണിസ്റ്റിലെ
വിമതരെ കൂട്ടുപിടിച്ച് UDF-ൽ അസോസിയേറ്റ് അംഗമായി ഒറ്റപ്പാലത്ത് മത്സരിക്കുക എന്നൊരു ധാരണയാണ് UDF നേതൃത്വവും PK ശശിയും തമ്മിൽ ഉണ്ടായത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് KTDCയുടെ ഓഫീസിലെത്തുകയും രാജിക്കത്ത് കൈമാറുകയും ചെയ്തത്. സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ അനുസരിച്ച് രാജിക്കത്ത് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് തന്നെ നൽകിയതാണ് എന്ന സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ അതിലൊരു കൺഫർമേഷൻ ലഭിക്കേണ്ടതുണ്ട്. സ്മൃതി, ശരി, നാളെ എത്ര മണിയോട് കൂടിയായിരിക്കും PK ശശി മാധ്യമങ്ങളെ കാണുക? നാളെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം പാലക്കാട് വെച്ച് മാധ്യമങ്ങളെ കണ്ട് KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാനിടയായ സാഹചര്യവും ഒപ്പം CPI-യുമായുള്ള ബന്ധം വിച്ഛേദിക്കാനിടയായ സാഹചര്യവും വിശദീകരിക്കും എന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണി എന്ന സമയമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. ഒപ്പം 26-ാം തീയതി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്നുള്ള കാര്യം വാർത്ത ഇന്ന് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെ ഇപ്പോൾ ഒരു പുതിയ പാർട്ടി എന്ന രൂപത്തിൽ അത് വിശദീകരിക്കാൻ പോകുമ്പോൾ PK ശശിയുമായി ബന്ധപ്പെട്ട് CPM നൽകാനിരിക്കുന്ന വിശദീകരണവും അങ്ങേയറ്റം നിർണായകമാണ്. എന്തായിരിക്കും പാർട്ടി എടുക്കുന്ന നിലപാട്? പാർട്ടി ഇക്കാര്യത്തിൽ വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്നില്ല എന്നാണ് നേതാക്കളുടെ ആത്മവിശ്വാസം. അവർ പറയുന്നത് ഇത് എന്ന് സംഭവിക്കും എന്ന് മാത്രമേ പാർട്ടി നോക്കിയിരുന്നുള്ളൂ. PK ശശി CPM-യുമായുള്ള ബന്ധം വിച്ഛേദിക്കുമെന്നും ഒപ്പം UDF-ന്റെ പാളയത്തിലേക്ക് പോകുമെന്ന് നേരത്തെ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയതാണ് എന്നതാണ് പാർട്ടി നേതാക്കളുടെ അവകാശവാദം. അത് വെറുമൊരു അവകാശവാദമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിക്കുമ്പോൾ PK ശശി CPM-ൽ വിട്ടുപോകും എന്ന് തന്നെയായിരുന്നു അവർ പറയുന്നത്. പക്ഷേ എങ്കിലും അവസാനവട്ട ചില ചർച്ചകൾ നടന്നിരുന്നു. MV ഗോവിന്ദന്റെ കേരള യാത്ര പാലക്കാട് എത്തുന്നതിന് മുന്നോടിയായി ചില ചർച്ചകൾ നടന്നു. ആ വേദിയിൽ PK ശശിയെ പങ്കെടുപ്പിക്കാനുള്ള നീക്കങ്ങളുണ്ടായി. അതിൽ PK ശശി പങ്കെടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ PK ശശി ഇനി ഒപ്പമുണ്ടാകില്ല എന്ന് CPIM തീരുമാനിച്ചതാണ്. ഒറ്റപ്പാലത്ത് PK ശശി വന്നു നിന്നാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല എന്ന നിലപാടാണ് CPIM-ന്റെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ എടുക്കുന്നത്. കാരണം അത് ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി കണ്ടതാണ്. ശശിയുടെ പോക്ക് അതിൽ ഞെട്ടുന്ന ഒരു കാര്യവും ഇല്ല എന്നതാണ് CPIM-ന്റെ ആദ്യ ഒരു റിയാക്ഷൻ.